കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. DIG വംശി കൃഷ്ണ അന്വേഷണത്തിന് നേതൃത്വം നൽകും. മനേഷ് മൂർത്തിയാണ് ചേരുന്നത് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, നേരത്തെ നമ്മൾ പറയുകയായിരുന്നു, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, പ്രത്യേകിച്ച് സഹോദരൻ, കുടുംബം, സുഹൃത്തുക്കൾ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു കാര്യം, എന്തിന് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ വലിയ സംശയമാണ്. കാരണം വളരെ പ്രസാദാത്മകമായി തന്നെ ജീവിതത്തെയും ബിസിനസ്സിനെയും ഒക്കെ നോക്കിക്കണ്ടിരുന്ന ഒരാൾ ഈ ഒരു ആദായ നികുതി റെയ്ഡ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു. ഏത് രീതിയിലാകും അന്വേഷണം പുരോഗമിക്കുക? പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, തീർച്ചയായും ഇന്നലെ ഈ ഒരു വളരെ ആകസ്മികമായി അദ്ദേഹം ജീവനൊടുക്കിയ ഒരു സംഭവം ഉണ്ടായ സമയം മുതൽ, ആ ഒരു സമയം മുതൽ തന്നെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതിനുശേഷം ബന്ധുക്കൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ ലീഗൽ അഡ്വൈസർ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആദായനികുതി വകുപ്പിന്റെ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതാണ് ഈ രീതിയിലുള്ള ഒരു വളരെ മോശം തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളതാണ്. അതിൽ ആ ഒരു കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയിലാണ് എന്തായാലും ഇപ്പോൾ അത് തുടക്കം മുതൽ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു. ആ സംഘമായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. പക്ഷേ അതിനിപ്പോൾ കുറച്ചുകൂടി ആ അന്വേഷണ സംഘം വിപുലീകരിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതിനു വേണ്ടി രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഡോക്ടർ ഈ പറഞ്ഞ DIG വംശി കൃഷ്ണയാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക. നേരത്തെ പ്രാഥമികമായി കേസിൽ അന്വേഷണം നടത്തിയിരുന്ന ബംഗളൂരു സൗത്ത് ഡിവിഷണൽ DCP ആയിട്ടുള്ള ലോകേഷും സംഘത്തിലുണ്ട്. അങ്ങനെ ഫോറൻസിക്കിന്റെയും അതുപോലെ തന്നെ ബാലിസ്റ്റിക്കിന്റെയും ഒക്കെ വിദഗ്ധരായിട്ടുള്ള എല്ലാ ആളുകളും ഈ സംഘത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ചില പരിശോധനകൾ കൂടി ഇതുമായി ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ രംഗങ്ങളിലെ വിദഗ്ധരും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സർക്കാരാണെങ്കിൽ ഇന്നലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കം പറഞ്ഞത് ഏതൊക്കെ രീതിയിലാളും ശരി അന്വേഷണം കൃത്യമായ രീതിയിൽ നടത്തും, അതിലൊരു തടസ്സവും ഉണ്ടാവില്ല എന്ന ഒരു ഉറപ്പ് കുടുംബത്തിന് ഉപമുഖ്യമന്ത്രി നൽകിയിരുന്നു. അതിന്റെ പിന്നാലെയാണ് എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ആ അന്വേഷണ സംഘത്തിന് ഈ പറഞ്ഞ രീതിയിൽ മുൻപുണ്ടായിരുന്ന സംഘം അന്വേഷണം കൈമാറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ വേഗത്തിൽ ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് ബംഗളൂരുവിലെ നമ്മുടെ ഈ പറഞ്ഞ കഴ്സൺ ബൗറിംഗ് ആൻഡ് ലേഡി കഴ്സൺ ഹോസ്പിറ്റലാണ്. ഇവിടെയാണ് ഡോക്ടർ റോയ് CJയുടെ മൃതദേഹം നിലവിലുള്ളത്. അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിയോടുകൂടിയാണ്, 10 മണിക്കാണ് ഇവിടെ നിന്നും മൃതദേഹം കൊണ്ടുപോവുക. ബന്നർഘട്ടയിലെ അദ്ദേഹത്തിന്റെ റിസോർട്ടിലേക്കാണ് കൊണ്ടുപോവുക. അവിടെയാണ് പൊതുദർശനം നടത്തുക. അതിനുശേഷം പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം ഉച്ചയോടുകൂടി സമീപത്തുള്ള പള്ളിയിൽ മരണാനന്തര ശുശ്രൂഷകൾ നടക്കും. അതിനുശേഷം തിരികെ ഈ റിസോർട്ടിൽ തന്നെയാണ് സംസ്കാരം നടക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രധാനപ്പെട്ട കാര്യം അത് അവിടെ ആ രീതിയിൽ, അതായത് ആ റിസോർട്ടിലായിരിക്കണം തന്റെ അന്ത്യം, അല്ലെങ്കിൽ തന്റെ അത് ഒരു അന്ത്യാഭിലാഷമായി ഡോക്ടർ റോയ് CJ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായാലും ആ രീതിയിലാണ് നാളത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത്. 10 മണിയോട് കൂടിയാണ് ഈ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോവുക. അതിനുശേഷം ഈ പറഞ്ഞ റിസോർട്ടിൽ അവിടെ പൊതുദർശനം ഉണ്ടാകും. ഉച്ചവരെ പൊതുദർശനമാണ്. അതിനുശേഷം സംസ്കാര ശുശ്രൂഷകൾ പള്ളിയിൽ നടക്കും. അതിനുശേഷമാണ് സംസ്കാരം തിരികെ റിസോർട്ടിലാണ് ആഗ്രഹം പ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം ബന്നാർഘട്ടയിലെ റിസോർട്ടിലാണ്, അവരുടെ സ്വന്തം റിസോർട്ടിലാണ് നടക്കുക. മനേഷ് മൂർത്തിയാണ് ബംഗളൂരുവിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ മരണത്തിൽ അന്വേഷണത്തിനായി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.